തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനെ കുറിച്ചാണ്. സ്മാർട്ടായ വെള്ളക്കെട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയിലാണ് തിരുവനന്തപുരം മുട്ടത്തറയിലെ ജനങ്ങൾ. ശ്രീവരാഹം റോഡിലും നിരവധി വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു. അർദ്ധരാത്രി കയറിയ വെള്ളത്തിൽ വീടുകളിലെ ഗൃഹോപകരണ സാധനങ്ങളൊക്കെ വെള്ളത്തിലായി. വിഷ്ണു കരുവാരക്കുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അടുത്തതായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിച്ചതോടുകൂടി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും ചില വീടുകളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായ അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലുള്ള ശ്രീപരാഗം വിനായക നഗറിലാണ്. ഇവിടെ മണക്കാട് മുതൽ അതുപോലെ തന്നെ മുക്കോല വരെയുള്ള മെയിൻ റോഡ് ഇവിടെ പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നുള്ള വെള്ളം ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലെ ഈ വീടിൻ്റെ അകത്തു വരെ വെള്ളം കയറിയ അവസ്ഥയാണ്. ഉപയോഗ സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ ഇവർ ഒരു കട്ടയിലൊക്കെ കയറ്റി വെച്ച അവസ്ഥയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ദുസ്സഹം ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ചേട്ടനോട് തന്നെ ഇവിടെ അഭിപ്രായം എന്താണ്? കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ചേട്ടാ, എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു? കുറേ വർഷങ്ങളായോ ഇതുപോലെ തന്നെ ഈ മഴ പെയ്യുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ഒരു ദുരിതം? ഒരു 10-15 വർഷം കൂടി ഇത് തന്നെ ഈ ദുരിതം. മഴ തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നമുണ്ട്. പക്ഷേ പണ്ടൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മണക്കാടിൽ നിന്ന് മുക്കോലൊക്കെ ഭാഗത്തുള്ള വെള്ളം ഇത്ര ഇവിടെ സ്റ്റോർ ചെയ്യുകയും അത് കരിത്തോടിൽ ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിലാവുകയും അങ്ങനെയാണ് നമ്മളെ ഈ വിനായകനഗറിലോട്ട് ഈ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നത്. അങ്ങനെ വീടുകളിലെല്ലാം വെള്ളം കയറി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അധികൃതരടുത്ത് പല പ്രാവശ്യം പറഞ്ഞു ആ ഓട ഒന്ന് വലുതാക്കാൻ. പല പ്രാവശ്യം അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറയണ, അല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം നിൽക്കും വെള്ളം? എത്ര ദിവസം നിൽക്കും? ഇപ്പം ഇത് ഇപ്പം ഒരു 3-4 മണിക്കൂറാകുമ്പോൾ ഇറങ്ങിപ്പോവും. പിന്നീട് അടുത്ത മഴ വരാൻ പിന്നീടും കയറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള 45ഓളം വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. 48 വീടുകളുണ്ട്. 15ഓളം വീടുകളിൽ പൂർണ്ണമായി വെള്ളം കയറിയ അവസ്ഥയാണ്. ഏതായാലും ഇവരുടെ ഒരു സാഹചര്യം വളരെയധികം ദയനീയമാണ്. ഈ ഒരു ഓടയിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അതുപോലെ തന്നെ അധികാരികൾ എല്ലാം ഇതൊന്ന് കണ്ട് മനസ്സിലാക്കണമെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ പറയുന്നത്. ഓക്കെ, വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഈ സാഹചര്യം ഇതൊരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇങ്ങനെയാണ്. വലിയ മഴ പെയ്യുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാലവർഷം നേരത്തെ വരും, അധികൃതർ ജാഗ്രതയിൽ.